കെ ഗിരീഷ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗിരീഷ്, ഈ റിപ്പോർട്ടിന് വിശ്വാസ്യത ഉണ്ടാവില്ല എന്ന ആരോപണം ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. സാധാരണ നിലയിൽ ഒരു തൃശ്ശൂർ പൂരത്തിന് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP അല്ലെങ്കിൽ ADGP റാങ്കിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അവിടെ സന്നിഹിതരാവാറുണ്ടോ? MR അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഔദ്യോഗിക സ്വഭാവത്തിലാണ് അനൗദ്യോഗിക സ്വഭാവത്തിലാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിട്ടും അദ്ദേഹം പോലും ഇത് അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ തന്നെയുള്ളത്. അതേക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താണ്? അല്ല, ഇതില് ADGP അവിടെ ഉണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ADGP ലോ ആൻഡ് ഓർഡർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി അങ്ങോട്ട് അറിയണ്ടേ? അതാണ് നമ്മുടെ ചോദ്യം. അതായത് 2 ദിവസം മുന്നേ നമ്മുടെ എക്സിബിഷൻ പൂരം പ്രദർശന നഗരിയിലുണ്ടായ പോലീസിന്റെ പ്രശ്നങ്ങള്, അത് കഴിഞ്ഞിട്ട് പൂര ദിവസം കാലത്ത് കണിമംഗലം ശാസ്താവ് വരുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങള്, തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും ഭഗവതി ഇറങ്ങുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങള്, ഇതെല്ലാം അറിയാത്ത പോലെ നടിക്കുകയാണോ അതോ എന്താണെന്നുള്ളത് ഇത് ബാക്കിൽ ഒരു അജണ്ട ഉള്ള പോലെയാണ് തോന്നിയത്. ഗിരീഷ്, ഒരു മന്ത്രി, ഇപ്പൊ മന്ത്രി കെ രാജൻ, അതുപോലെ മുൻ മന്ത്രി VS സുനിൽകുമാർക്ക് അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്ന ആൾക്കാരാണല്ലോ. അവരൊക്കെ സ്വാഭാവികമായിട്ടും ഈ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെയോ മുഖ്യമന്ത്രിയോ ഒക്കെ അറിയിക്കാനുള്ള സാധ്യതയില്ലേ? അതിലെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഇലക്ഷൻ സമയമായ കാരണം ഇവരുടെ ആ ഒരു ബന്ധപ്പെടല് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ സുനിൽകുമാർ അവര് ഇലക്ഷൻ വർക്കിന് പോണു, അതിന് മന്ത്രി രാജനും പോണു, കെ മുരളീധരനും ഇലക്ഷൻ വർക്കിന് പോണു, പിന്നെ നമ്മുടെ സുരേഷ് ഗോപിയും ഇലക്ഷൻ വർക്കിന്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകള് ആ തക്ക സമയത്ത് കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട്. അവർക്ക് എന്താ വെച്ചാൽ ഇലക്ഷനാണ് ഏറ്റവും വലുത് അവരുടെ മുന്നിൽ. അപ്പൊ അവര് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഇവിടെ എന്തോ നടന്നുണ്ട്. അതിന്റെ ഒരു തെളിവ് തന്നെയാണ് ആ ആളെന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ഒരു അങ്കിത അശോകനില് ഒതുക്കി തീർക്കുകയാണ്. അതൊരു ശരിയായ. ഗിരീഷ്, നിങ്ങൾ വിശ്വസിക്കുന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോക് ഒറ്റയ്ക്ക് ഈ പൂരം കലക്കാൻ തീരുമാനിച്ചത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവില്ല എന്ന് തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്കിത് അശോകന് തീരെ കഴിവില്ലാത്ത ഒരാളായി മാറണം. ഇങ്ങനെ പൂരം കലക്കാൻ പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പൂരം കലക്കണമെങ്കിൽ അങ്ങോര് അതിനെക്കുറിച്ച് ഒരറിവില്ലാത്ത മനുഷ്യനായിരിക്കും. അങ്ങോർക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാ, തീരെ കഴിവില്ലാത്ത, ഈ പോസ്റ്റിലിരിക്കാൻ കഴിവില്ലാത്ത ആളായിരിക്കണം. അല്ലെങ്കിൽ എന്തിനാ വ്യക്തമായിട്ട് അങ്ങോർക്ക് വ്യക്തമായിട്ട് അജണ്ട ഉണ്ടെങ്കിൽ അതിനെ ഭംഗിയായിട്ട് ഒതുക്കി തീർക്കാൻ പറ്റും. ഏതെങ്കിലും ശരി, ഈ ദേവസ്വങ്ങളെ നോവിച്ചിട്ട് വേണ്ട, അല്ലെങ്കിൽ പൂരപ്രേമികളെ നോവിച്ചിട്ട് വേണ്ട, വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അതൊക്കെ ഉപയോഗിക്കാലോ.